ഹലോ, ആഗൻ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ ഇന്ന് ഗ്രാജുവേഷൻ ഡേ സെറിമണി നടക്കുകയാണ്. അതായത് IGCSE O ലെവൽ എക്സാംസ് ഒക്കെ കഴിഞ്ഞു. ആ എക്സാംസ് കഴിഞ്ഞിട്ടുള്ള ആ കുട്ടികളുടെ ഒരു ഗ്രാജുവേഷൻ ഡേ സെറിമണിയാണ് ഇന്ന് നടക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ പോയി ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടുവരാം. രാത്രി 8:30-ക്കായിരുന്നു പരിപാടി. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് കുട്ടികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ സ്റ്റേജോ അതുപോലെ തന്നെ ബാക്കിയുള്ള ഡെക്കറേഷൻസോ ഒന്നും തന്നെ നമുക്കറിയില്ല. അങ്ങനെ ഹോളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ചെയ്തു വെച്ച ഡെക്കറേഷൻ ഇങ്ങനെയായിരുന്നു. എനിക്ക് വളരെ മനോഹരമായിട്ടാണ് തോന്നിയത്. കാരണം ചെറിയൊരു ലിമിറ്റഡ് റിസോഴ്സസിൽ അവർ അതിമനോഹരമായിട്ട് ഈ ഒരു സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വരുന്ന ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻ്റൊക്കെ എല്ലാവർക്കും ആ ഒരു സ്റ്റേജ് കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു ചെയ്തിരുന്നത്. ഒരു സൈഡിൽ കുട്ടികൾക്ക് വേണ്ടി, അതുപോലെ അതോറിറ്റിക്ക് വേണ്ടിയിട്ട്, പാരൻസിന് വേണ്ടിയിട്ട്, ടീച്ചേഴ്സിന് വേണ്ടിയിട്ടൊക്കെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഏരിയാസൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ എന്തൊക്കെയായാലും അടിപൊളിയായിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? അടിപൊളിയല്ലേ സംഭവം? എന്തായാലും ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാവരും ആദ്യം തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും പാരൻസ്, അതോടൊപ്പം തന്നെ അതോറിറ്റി, ഏറ്റവും അവസാനമായിട്ടാണ് കുട്ടികൾ ആ ഒരു ഹാളിലേക്ക് കടന്നു വന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടി പുറത്തേക്ക് പോവുകയാണ്. എല്ലാവരും ഒരു സ്പെഷ്യൽ കളർ ഡ്രസ്സിലൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. കാരണം അവരുടെ ഈ ഒരു സ്കൂളിലെ ഫൈനൽ ഡേ, അതായത് ഒരു ഫെയർവെൽ പോലെയാണ്. അപ്പോൾ അവരുടെ ആ ഒരു ആഘോഷ ദിവസം തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ അവരൊക്കെ ഒരു സ്പെഷ്യൽ ഡ്രസ്സിലൊക്കെ ആയിരുന്നു ഇന്നത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാ കുട്ടികളെയും നമ്മൾ അവിടേക്ക് സ്വീകരിച്ച ശേഷം നമ്മൾ പതിയെ ആ ഒരു ഹാളിലേക്ക് തിരിച്ചുപോയി. പിന്നീട് ഓരോരോ പരിപാടികളാണ്. നമ്മുടെ നാട്ടിലെ പോലെ വലിയ നീണ്ട പ്രസംഗങ്ങളൊന്നും ഇവിടെ അധികം ഉണ്ടാവാറില്ല. ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് പരിപാടി തുടങ്ങുകയും പിന്നീട് മറ്റു പരിപാടികളിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പോവുകയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് കുട്ടികളുടെ കുറച്ച് ഈ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്തപ്പോൾ മുതലുള്ള ഈ O ലെവൽ എക്സാം വരെയുള്ള അവരുടെ കുറച്ച് നല്ല മുഹൂർത്തങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സ്ലൈഡ് പ്രസൻറ്റേഷൻ ആയിരുന്നു ആദ്യം അവർ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു സ്ലൈഡ് പ്രസൻറ്റേഷന് ശേഷം പാരൻസിൻ്റെയും കുട്ടികളുടെയും ടീച്ചേഴ്സിൻ്റെയും ഒക്കെ ആ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ആ ഒരു മൊമെൻ്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് ഓരോ പാരൻസിനെയും സ്റ്റേജിലേക്ക് വിളിച്ച് അവർക്ക് ഒരു പ്രൈസ് പോലെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു പരിപാടി കൂടെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പാരൻസിന് ആ ഒരു സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്ത ശേഷമാണ് ഈ ഒരു ഗ്രാജുവേഷൻ പരിപാടിയിലേക്ക് വന്നത്. അപ്പോൾ പ്രിൻസിപ്പലിൻ്റെ ഒരു ടോക്കിന് ശേഷം കുട്ടികളെ ഓരോരുത്തരെയായിട്ട് ഓണർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ആ ഒരു ഗ്രാജുവേഷൻ പ്രോഗ്രാം, ആ സെറിമണി ആക്ച്വലി ഇപ്പോഴാണ് ഹാപ്പൻ ചെയ്യുന്നത്. പിന്നീട് കുട്ടികളും ടീച്ചേഴ്സും എല്ലാവരും ചേർന്നിട്ടുള്ള ആ ഒരു ഫോട്ടോ എടുക്കുന്ന ആ ഒരു മൊമെൻറ്റുകളായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. എല്ലാവരും ചേർന്ന്, ക്ലാസ് ടീച്ചേഴ്സും കുട്ടികളും എല്ലാം ചേർന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത ശേഷം നേരെ ഭക്ഷണം കഴിക്കാനാണ് പോയത്. അപ്പോൾ ഭക്ഷണം എപ്പോഴത്തെയും പോലെ തന്നെ അതിമനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഭക്ഷണം ഞാൻ ഇന്ന് വ്യത്യസ്തമായിട്ടൊന്നും തന്നെ എടുത്തില്ല. പകരം റോഷിയും അതുപോലെ കുറച്ച് ഫ്രൈഡ് റൈസും അതോടൊപ്പം കുറച്ച് ചിക്കൻ കറി എടുത്തു. അപ്പോൾ ഗ്രാജുവേഷൻ ഡേ ആ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ദിസ് ഈസ് അൻലിവി സൈനിങ് ഓഫ്. ബൈ ബൈ.